രക്ഷാകര കർമ്മത്തിന്റെ ഭാഗമാകാൻ ദൈവം ചിലരെ അനാദി മുതലേ മാറ്റി നിർത്താറുണ്ട്. അങ്ങനെ ദൈവം പ്രത്യേകമായി മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ് യൂറിൻകാരനായ ശിമിയോൻ. ശിമിയോൻ ഈശോയെ സഹായിക്കുന്ന ഈ സ്ഥലം ഒരു ദീനാനുകമ്പയുടെ ഓർമ്മ സ്ഥലമാണ്. അതെ, ദൈവരാജ്യത്തിൽ പേര് കുറിക്കപ്പെടുവാൻ കാരുണ്യത്തിന്റെ ഒരു കരസ്പർശമാണ് വേണ്ടത്. അല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ശിമിയോൻ നമുക്ക് കാട്ടിത്തരുന്നു. അർഹതപ്പെട്ടവർക്കും സഹായം ആവശ്യമുള്ളവർക്കുമൊക്കെ ഒരു കൈത്താങ്ങാകുക അല്ലെങ്കിൽ ഒരു തണലാകുക ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ശിമിയോൻ പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് വേദനിക്കുന്നവരുടെ ഭാരം ലഘൂകരിക്കാൻ മുന്നോട്ട് വരുന്നവരുടെ പ്രതിനിധിയായി ശിമിയോൻ ഇവിടെ നിലകൊള്ളുന്നു. പീഡകളേറ്റ് കുരിശിന്റെ വഴിയിൽ മുന്നേറുന്ന യേശുവിന്റെ കുരിശ് വഹിച്ചു സഹായിച്ചു എന്നതാണ് ശിമിയോന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ഒരു സംഭവം. എന്നാൽ അതിലൂടെ വലിയൊരു സന്ദേശമാണ് ലോകം തിരിച്ചറിഞ്ഞത്. പീഡിപ്പിക്കപ്പെടുന്നവന്റെ വേദനയിൽ വെറും കാഴ്ചക്കാരായി നിന്ന് സഹതപിക്കുന്നതിനപ്പുറം അവന് വേണ്ടി പലതും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് സുവിശേഷം. ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാരം അല്പം ലഘൂകരിക്കാൻ ശ്രമിച്ച ശിമിയോൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ അല്പമൊക്കെ കാരുണ്യമുള്ളവരായി വർത്തിക്കണം എന്ന് തന്നെയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പരസ്പരം ഭാരങ്ങൾ വഹിച്ച് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ എന്ന്. അതെ, വേദനിക്കുന്നവരിലും മുറിവേൽക്കപ്പെടുന്നവരിലുമൊക്കെ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ നമുക്കാവട്ടെ. ആമേൻ.